ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങും കോവയ്ക്കും കൂടിയിട്ടുള്ളൊരു തോരനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്ക് ഇതേമാതിരി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾക്ക് കോവയ്ക്കും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ഉരുളി വെച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 ഉണക്കമുളക്, നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടലപ്പരിപ്പ് ഇടാം. നമുക്ക് കുറച്ച് കറിവേപ്പില, നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങും കോവയ്ക്കും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല. നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് ജീരകപ്പൊടി. ഇത് ജീരകം പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ജീരകം ആണെങ്കിൽ നമ്മളിതിലേക്ക് ഇത്തിരി തേങ്ങ ഒതുക്കിയെടുക്കുന്നുണ്ട്, അപ്പം ചേർക്കുക. അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കുക കേട്ടോ. നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കുക. തേങ്ങ ഇതിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്തിരി തേങ്ങ ചതച്ചെടുക്കുക. അപ്പോൾ ഒരു തേങ്ങയ്ക്കൊന്നും അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കുക. ഒരു 2-3 പച്ചമുളക്, നമുക്ക് 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്കിട്ട് കൊടുക്കുക. നമുക്ക് ഇതിനോട് കൂടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഉരുളൻകിഴങ്ങും കോവയ്ക്കും കൂടിയിട്ടുള്ള തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെള്ളം ഒഴിക്കുക വേണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് എടുക്കുക. അടി പിടിക്കാതെ കരിയാതിരിക്കാനാണ് നമ്മൾ ഇളക്കണം എന്ന് പറയുന്നത്.